2 പേര് കാരണമാണ് ആ പരമ്പര ഇന്ത്യക്ക് കിട്ടിയത്. കാരണം രോഹിത്തും കോഹ്ലിയും അതുപോലെ രോഹിത് കോഹ്ലിയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് 2 സെഞ്ചുറി, ആദ്യത്തെ 1-ാമത്തെയും 2-ാമത്തെ ഏകദിനത്തിൽ. 3-ാമത്തെ കളിയിലാണെങ്കിൽ ഇന്നലെയും 75 റൺസ്, നോട്ട് ഔട്ടാണ്, ഔട്ടായിട്ടില്ല, നിൽക്കുക. കാരണം കുറെ കൂടെ അയാൾക്ക് റൺസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സെഞ്ചുറി അതിലും അടിച്ചനെ. അത്ര ഉജ്ജ്വലം ഒരു അതായത് അതിനകത്ത് ഒരു ചെറിയ വീഴ്ച പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചാൻസ് പോലും കൊടുത്തിട്ടില്ല. ഇല്ലാതാണ് ആ കളി കളിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെ നമ്മൾ ഈ രാഷ്ട്രീയം നോക്കി ഇവരെ ഇതുപോലെ വിലയിരുത്താൻ പറ്റുമോ? ഇവരൊന്നും ഈ കോച്ചിൻ്റെ സംസാരിക്കാറില്ല. ഇവർ രണ്ടുപേരും കോഹ്ലി സെഞ്ചുറിയൊക്കെ അടിച്ചിട്ട് കയറിപ്പോയി. എന്നിട്ട് ഈ കോച്ചിനെ ഉണ്ടല്ലോ അങ്ങോട്ട് നോക്കിയതേ ഇല്ല. അപ്പം ശ്രദ്ധിച്ചതേ ഇല്ല. കാരണം എന്താണെന്ന് അത് പിന്നെ രോഹിതാണെങ്കിൽ അയാളുമായിട്ട് വഴക്കും ഉണ്ടായെന്ന് പറയുന്നു ഡ്രസ്സിങ് റൂമിൽ വെച്ച്. ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് കണക്കാക്കണം. ഇവരെ തിരിച്ചു വിളിക്കണം. ഈ കോഹ്ലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു ഭീഷ്മാചാര്യനാണ് ഈ കളിയിൽ, സംശയമൊന്നുമില്ല. അത്രയും പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആർക്കും കിട്ടുന്നതല്ല. അത് അയാളുടെ കഴിവ്, അയാൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ്, അയാളുടെ ഇതേപോലുള്ള അതിനകത്ത് പരിചയം, ഇതൊക്കെയാണ്. ഇത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരെ വെളിയിരുത്തിയിട്ടാണ് ഇന്ത്യ ഈ കഴിഞ്ഞ 2 കളികൾ, അതായത് സൗത്ത് ആഫ്രിക്കയോട്ട് അടിയറവ് പറഞ്ഞത്. ഈസിയായിട്ട് ജയിച്ചു പോകേണ്ടതാണ് ഇവരുണ്ടായിരുന്നെങ്കിൽ. ഒന്നേ രോഹിത് വേണം, അല്ലെ കോഹ്ലിയും വേണം. ഇവർ 2 പേരും വേണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഇവരുടെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും പിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയാണ്. പക്ഷേ അത് പിരിക്കാൻ പറ്റും. നമ്മുടെ ഗംഭീറിനും അതുപോലെ തന്നെ, എല്ലാം ഗംഭീരമല്ലേ, ഗംഭീറിനും അതേപോലെ തന്നെ അഗാർക്കർക്കും. കാരണം ഇവരെ വേണ്ട അങ്ങ് തീരുമാനിച്ചു. ഇവർക്ക് പ്രായം കൂടിപ്പോയെന്ന്. പ്രായം കൂടി ഇത് കാരണം ഇവർ 2 പേരും മതി. വേറെ ബാക്കിയുള്ളവർ കാര്യം ചെയ്യുന്നോട്ടെ. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, അവസരം കൊടുക്കണം. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഉണ്ടല്ലോ അതിന് വലിയ അനുഭവ സമ്പത്തുള്ള ആളുകൾ വേണം കളിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവും. ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ആവും. ഇപ്പോൾ ഈ അഗാർക്കറുടെയും അതുപോലെ തന്നെ ഈ ഗംഭീറിൻ്റെയൊക്കെ മുഖം ഒന്ന് നോക്കണ്ടേ നമുക്ക്? ഇവനൊക്കെ നാണമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഇതേപോലെ അത്രയും ഫ്ലൈയിങ് കളേഴ്സിലാണ് ഈ ഏകദിന ക്രിക്കറ്റിൽ, ഈ പരമ്പരയിൽ അവർ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. വളരെ അത്ര വലിയ കളിയാണ് അവർ മുമ്പോട്ട് എത്തിക്കുന്നത്. കാരണം അവർ ഒരു രോഹിത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോലെ അടിയങ്ങ് തുടങ്ങും. അങ്ങനെ ഒരു പ്ലെയർ വലിയ കഴിവ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അയാളുടെ ബാറ്റിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് 6 or 4 ആയിരിക്കും. കോഹ്ലി അതുപോലെ, കോഹ്ലി അതിലും സ്ഥിരതയുള്ള പ്ലെയറാണ്. ഇങ്ങനെയുള്ള ഇവരെയൊക്കെ കളഞ്ഞിട്ടാണ് ഇന്ത്യ ഇവരെ സൈഡ് ബെഞ്ച് ഇരുത്തിയിട്ടാണ്. അതേപോലെ ഏറ്റവും നല്ല ബൗളറെ മുഹമ്മദ് ഷമി, അയാൾ എത്ര നല്ല ബൗളറാണ്. അയാളെ ബെഞ്ചിരുത്തിയൊക്കെ അയാളെ എടുക്കുകയല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ വേണ്ട. ഇനി അയാളുടെ ഷമി എന്നുള്ളതിൻ്റെ പേര് മാറണമായിരിക്കും, അതായിരിക്കും വേണ്ടത്. മുഹമ്മദ് ഷമി എന്ന് പറയുന്നത് പോലുള്ള ഒരു ബൗളർ ഇപ്പോൾ ഇന്ന് ഇന്ത്യക്ക് വേറെ ഇല്ല. ബുംറയോടൊപ്പം കിടപിടിക്കുന്ന പക്ഷേ അതിലും ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്, കഴിവുള്ള ആളാണ് ഷമി. പക്ഷേ ഷമി എടുക്കുകയല്ല. ഇവൻ്റെയൊക്കെ വൈരാഗ്യമാണ് അതിൻ്റെ കാരണം. ഒന്നുമില്ല, വേറെ ഒരു കാര്യമില്ല, വേണ്ട അങ്ങ് തീരുമാനിക്കും. ഇന്ത്യ തോറ്റാലെന്താ ജയിച്ചാലെന്താ, ഇവന് പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ത്യയെ ഉണ്ടാക്കുന്ന ഇവരാണ് എന്നൊക്കെ പറയാം. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഇവൻ്റെയൊക്കെ സ്വന്തം താല്പര്യവും രാഷ്ട്രീയമാണ് ഇതിനകത്ത് വരുന്നത്. അതൊന്നും ഈ കളികളിൽ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. ഇത് ഈ കോഹ്ലിക്കും ഞാൻ പറയുന്നത് പോലെ തന്നെ രോഹിതിനും ഇവർക്ക് സ്വച്ഛന്ത മൃത്യു കൊടുക്കണം, ഭീഷ്മർക്ക് കൊടുത്ത മാതിരി. ഇവർ ഇഷ്ടമുള്ളപ്പോൾ അവർ വിരമിച്ചോട്ടെ എന്ന് വെക്കണം. കാരണം അത്രയും വലിയ പ്ലെയറാണ്. ഫോം പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 2-3-4 കളികളിൽ അവർ പരാജയപ്പെടുന്നെങ്കിൽ അവർ ഒഴിവാക്കിക്കോട്ടെ, കുഴപ്പമില്ല, ഫോം പോയി എന്ന് പറയാം. ഇതല്ലല്ലോ, കത്തി ജ്വലിച്ച് നിൽക്കല്ലേ ഈ 2 പേരും. നാണക്കേടാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെത്, നാണക്കേട്.